സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം റിയ. നമ്മുടെ സിറ്റിയിൽ ഇന്നും ആ അജ്ഞാത ഹാക്കറിനെ കുറിച്ചാണ് സംസാര വിഷയം. ഒന്നല്ല 3 പെൺകുട്ടികളുടെ സ്വകാര്യ ദൃശ്യങ്ങളും വിവരങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയുണ്ടായി. ആ 3 പെൺകുട്ടികളും നമ്മുടെ ഈ സിറ്റിയിൽ തന്നെയാണെന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിന്റെ പിന്നിൽ സാധാരണപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നില്ല. IP അഡ്രസ് മാറ്റി മാറ്റി തന്ത്രങ്ങൾ പയറ്റുന്ന ആ പഴയ ഹാക്കറുടെ വല്ല, മറിച്ച് വേറെ ഏതോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ സഹായങ്ങളും പങ്കും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് സിറ്റി പോലീസ് പറയുന്നു. എന്തായാലും ഇതിന് വിശദമായ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി അറിയിച്ചു കഴിഞ്ഞു. Colson, can you hear me? Colson, നിനക്കെന്നെ കാണാൻ കഴിയുന്നുണ്ടോ? കോൾസൺ, ഇതെത്ര വിരലുണ്ടെന്ന് പറയാമോ? ഹാ, വേണ്ട, പറയണ്ട. നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷെ പകരം വേറൊരു സാധനം നിന്നെ ഞാൻ കാണിക്കാം. അതെന്താണെന്ന് നീ പറയണം. ഇതാരാണെന്ന് മനസ്സിലായോ കോൾസൺ? ഈ പെൺകുട്ടി ആരാണെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഈ പെൺകുട്ടി ആരാണെന്ന് മനസ്സിലായോ? വെരി ഗുഡ്, പെർഫെക്റ്റ്. എവറിത്തിങ് സീംസ് പെർഫെക്റ്റ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. നീ ആരായിരുന്നുവെന്ന് നീ അറിയണം കോൾസൺ. Autograph, please. ടെക്നോളജി ഇന്ന് ഏറ്റവും ഉയരത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളെ ഞങ്ങളൊരു അത്ഭുതമായാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വികാരം എപ്രകാരമായിരിക്കും? എൻ്റെ വരവ് ഒരു പ്രത്യേക ദൗത്യം നടപ്പിലാക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അത് ഞാൻ നടപ്പിലാക്കും. ഇതായിരുന്നു നീ ആ പറഞ്ഞ പ്രത്യേക ലക്ഷ്യങ്ങൾ എന്തായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ? ദാ കാണ്. ഇതായിരുന്നു ആ പ്രത്യേക ലക്ഷ്യങ്ങൾ. വേട്ടക്കാരൻ ഇരയ്ക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഇത്രയും നാൾ ഞാൻ ഒളിഞ്ഞിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നു. എൻ്റെ അമ്മൂനെ നിനക്കറിയാമോ? നീ എങ്ങനെ അറിയാനല്ലേ?
അവളിപ്പോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ? റാഗിങ് ആയിരുന്നു പോലും. ഹോസ്റ്റലിൽ അവളുടെ വീഡിയോ എടുത്ത് ക്യാമ്പസ് ഫുള്ള് പടർത്തി. തീർന്നില്ലടാ അവളുടെ ഭാവി. ആൾക്കാരുടെ മുന്നിൽ അവൾ പഴിച്ചവളായി. ഇനി അതിനുശേഷം ഞാൻ കാണുന്നത് എൻ്റെ അനിയത്തിയുടെ ജീവനില്ലാത്ത ശരീരമായിരുന്നു. ആർക്കു പോയി? ആ ഒറ്റ ഒന്നിനെ ഞാൻ വെറുതെ വിട്ടില്ല. എൻ്റെ അനിയത്തി അനുഭവിച്ച അതേ വേദന അവൾ നല്ല അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനായിരുന്നു നീ, അതിന് മാത്രമായിരുന്നു നീ. ഇനി പറ കോൾസൺ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിനക്കെന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ കോൾസൺ. ഇത് നിന്റെ പുതിയ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ.